മഹല്ലുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന ആരോപണങ്ങളെ തള്ളി ഖാസി ഫൗണ്ടേഷൻ. അധികമായി ഒരു മഹല്ലു പോലും ഫൗണ്ടേഷന്റെ ഭാഗമാകില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. പാണക്കാട് കുടുംബത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് സമസ്ത തന്നെയാണെന്നും നാസർ ഫൈസി കൂട്ടിച്ചേർത്തു. പൈതൃകം പരിപാടിക്ക് പിന്നാലെ പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ രൂപീകരണമാണ് ലീഗ് വിരോധികളുടെ കണ്ണിലെ കരട്. ഖാസി ഫൗണ്ടേഷൻ പ്രചാരകരെത്തുന്നവർ പാണക്കാട് കുടുംബത്തിന്റെ പൂർവ്വകാല മഹിമയെ ഇല്ലാതാക്കുന്നെന്ന ആരോപണം ഉയർന്നതോടെ ചെറുക്കാനുള്ള ശ്രമം തുടങ്ങി. പാണക്കാട് കുടുംബത്തിന്റെ കടമ നിർവഹണമാണ് ഫൗണ്ടേഷൻ രൂപീകരണമെന്നും മുസ്ലിം ലീഗിന് ഇതിൽ ബന്ധമില്ലെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. ഒരു മഹല് പോലും അധികം ചേർക്കാൻ ഖാസി ഫൗണ്ടേഷൻ ആലോചിക്കുന്നില്ല. പാണക്കാട് കുടുംബത്തിന് വേണ്ടി പ്രചാരം നടത്തിയിട്ടുള്ളത് സമസ്തയാണ്. സ്വയം ശത്രുക്കളെ പാണക്കാട് കുടുംബമോ സമസ്തയോ സൃഷ്ടിച്ചിട്ടില്ല. മഹാഭൂരിപക്ഷം ലീഗുകാരും സമസ്തക്കാരാണ്. മഹാഭൂരിപക്ഷം സമസ്തക്കാരും ലീഗുകാരാണ്. അതുകൊണ്ടുള്ളൊരു തോന്നലാണ് ഒരു മഹലിൽ പോലും അധികം ചേർക്കുന്ന ഒരു പ്രക്രിയക്ക് ഖാസി ഫൗണ്ടേഷൻ ഇല്ല. സ്വയം ശത്രുവിനെ സൃഷ്ടിച്ച് പാണക്കാട് കുടുംബം യുദ്ധം ചെയ്യുകയാണെന്ന ആരോപണങ്ങളും നിസ്സാരമല്ല. വിവിധ വിഭാഗങ്ങൾ എതിർത്തും അനുകൂലിച്ചും എത്തിയതോടെ മഹല്ലുകളെ രാഷ്ട്രീയ വേദിയാക്കി വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി മുജാഹിദ് സംഘടനകളും പ്രതികരിച്ചതോടെ വിഷയം പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.